പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നോമ്പുകാലത്തിൻ്റെ 6-ാം ദിവസം, ഫെബ്രുവരി 21 ശനിയാഴ്ച. വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെ വാക്യങ്ങൾ. നോമ്പുകാലത്ത് ഏറ്റവും കൂടുതൽ ധ്യാനിക്കപ്പെടുന്ന ധൂർത്തപുത്രൻ്റെ കഥയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. പന്നിക്കുഴിയിൽ കിടന്ന ധൂർത്തപുത്രന് സുബോധം ഉണ്ടായതുപോലെ നമ്മുടെ ചില സുബോധങ്ങളിലേക്ക്, നല്ല തിരിച്ചറിവുകളിലേക്ക് വരാനുള്ള സമയമാണ് നോമ്പുകാലം. മലയാളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല സിനിമ വന്നു. സിനിമയുടെ പേര് മൈ ബോസ് എന്നാണ്. ദിലീപ് എന്ന നടൻ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഒരു സിനിമ. ആ സിനിമയിൽ വീട്ടിൽ നിന്ന് മാറി അകലെ ഒരിടത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സന്തോഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന മകൻ. സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും നായകൻ ഏറ്റുപറയുന്ന ഒരു പ്രധാന കാര്യം, അദ്ദേഹം പറയുന്നു, 2 കാര്യങ്ങളിലാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഒന്ന്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹം, എൻ്റെ അച്ഛൻ്റെ സ്നേഹം അറിയാനും മനസ്സിലാക്കാനും മറന്നുപോയി, എനിക്കത് സാധിച്ചില്ല. 2, വീട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോയാലാണ്, വിദേശത്തേക്ക് പോയാൽ മാത്രമേ എനിക്ക് സന്തോഷം കിട്ടൂ എന്ന് ഞാൻ വിചാരിച്ചു. ഇത് 2ഉം എൻ്റെ തെറ്റായിരുന്നു. അദ്ദേഹം കഥയുടെ അവസാനം സ്വന്തം അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതും അതുപോലെ സ്വന്തം നാടിൻ്റെ ഭംഗിയെക്കുറിച്ച് അഭിമാനമുള്ള ആളാകുന്നതുമാണ് സിനിമയുടെ പരിസമാപ്തി. ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ്റെ കഥയിലും ഇതേ 2 പ്രശ്നങ്ങൾ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു ധൂർത്തനായ പുത്രനെ, ഇളയ മകനെ കാണുന്നു. പിതാവിൻ്റെ കൂടെ താമസിച്ചപ്പോൾ ആ പിതാവിൻ്റെയും വീടിൻ്റെയും താൻ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെയും വില അറിയാതെ പോകുന്ന ധൂർത്തപുത്രൻ. അതുപോലെ സന്തോഷം വേണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് മാറി മറ്റെവിടേക്കെങ്കിലും പോകണമെന്ന് കരുതി പിതാവിൽ നിന്ന് സ്വത്ത് ചോദിച്ചു മേടിച്ച് ഏറെ താമസിയാതെ എല്ലാം ശേഖരിച്ച് ദൂരെ ദേശത്തേക്ക് പോകുന്ന മകൻ. നമ്മളും ദൈവ പിതാവിൻ്റെ സ്നേഹത്തെ വില കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലല്ല, അകലെയാണ്, മറ്റൊരിടത്താണ്, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മറ്റേതെങ്കിലും കാര്യങ്ങളിലാണ്, ലോകം തരുന്ന ഏതെങ്കിലും മറ്റ് സന്തോഷങ്ങളിലാണ് യഥാർത്ഥ സുഖം, സന്തോഷമെന്ന് കരുതിയെങ്കിൽ നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കി ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമാണ് ഈ നോയമ്പ് കാലം. ദൈവത്തോടൊപ്പമായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് നമുക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് നമുക്ക് തിരിച്ചറിയാം. സങ്കീർത്തകൻ പറയുന്നല്ലോ, അന്യ ദേശത്ത് 1000 ദിനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു ദിനം കൂടുതൽ കാമ്യമാണ്, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാണ്. ദൈവത്തോടൊപ്പമായിരിക്കുന്നതാണ് സന്തോഷം. പണമല്ല, ലോകത്തിൻ്റെ പദവികളോ ആഡംബരങ്ങളോ സുഖസൗകര്യങ്ങളോ അല്ല. ദൈവത്തോടൊപ്പമായിരിക്കുന്നതാണ് സന്തോഷം. ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കും സുബോധത്തിലേക്കും നമുക്കും വരാനും, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ദൈവത്തെ മാറ്റി നിർത്താതിരിക്കാനുള്ള വലിയ തിരിച്ചറിവ് നേടാൻ ഈ വലിയ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.